സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുലിഖിതം ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വചനഭാഗമാണ്. ആ വചന ഇപ്രകാരമാണ്: അവളുടെ വലത് കൈയിൽ ദീർഘായുസ്സും അവളുടെ ഇടത് കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. ആരാണ് ഈ അവൾ? നമുക്കറിയാം, അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജ്ഞാനം എന്നാണ് അതിനർത്ഥം. വിശുദ്ധ ബൈബിളിലെ കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണിത്. ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് അവൾ എന്നാണ്. അവൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വെറും ഒരു അറിവല്ല, അതൊരു ശക്തിയാണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വലത് കരത്തിരിക്കുന്ന ദീർഘായുസ്, ഇടത് കരത്തിരിക്കുന്നത് സമ്പത്തും അതുപോലെ തന്നെ ബഹുമതിയും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? ഈ ദീർഘായുസ്സും സമ്പത്തും ബഹുമതി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ ഇത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല. കാരണം എല്ലാവർക്കും ദീർഘായുസ് വേണം. രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ കർത്താവ് തന്ന ആ ആയുസ് പൂർത്തിയാക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പത്ത്, പണം, സമ്പത്ത്, ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ബഹുമതി എല്ലാം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബഹുമാനം കിട്ടാതെ, ആരാലും അംഗീകരിക്കപ്പെടാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മടുത്തു പോകും. അപ്പോൾ ഈ 3 കാര്യങ്ങളും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വചനത്തിൽ വലിയ അനുഗ്രഹമുണ്ട്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അത് എവിടുന്ന് വരുന്നു? എവിടെയാണ് അതിൻ്റെ ഉറവിടം? പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുലിഖിതത്തിൽ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്നു. ജ്ഞാനം എവിടെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ വചനം പറയുന്നു, സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അതെന്നേക്കും അവിടുത്തോട് കൂടിയാണ്. അപ്പോൾ കർത്താവിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കും, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ബഹുമതിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഇത് 3 ഇരിക്കുന്നത് അവളുടെ കരങ്ങളിലല്ലേ? ഇത് 3 ഇരിക്കുന്നത് ആ ജ്ഞാനത്തിൻ്റെ കരങ്ങളിലല്ലേ? ആ ദൈവത്തിൻ്റെ അടുക്കലല്ലേ? അപ്പം നമ്മൾ ഈ ദീർഘായുസിനും ബഹുമതിക്കും സമ്പത്തിനും വേണ്ടി നേരിട്ട് പോയി പ്രാർത്ഥിക്കാതെ അത് ആ കരങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു തരാൻ കഴിവുള്ള, അതെടുത്ത് തരണം, എന്നാലേ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. ആ കരങ്ങളിൽ അത് വെറുതെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ അവൾക്ക് ആ ജ്ഞാനത്തിന് ആ മനസ്സുണ്ടായിരിക്കണം. ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ജ്ഞാനത്തെ നമ്മൾ പ്രീതിപ്പെടുത്തണം. എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ആ കരങ്ങളിൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അല്ലെങ്കിൽ അത് ആ കരങ്ങളിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ, അത് നമ്മുടെ അടുക്കലേക്ക് ഒരിക്കലും വരത്തില്ല. അപ്പോൾ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് ആ ജ്ഞാനത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ എന്താണെന്നറിയാമോ? കർത്താവിനെ അറിയാൻ ജീവിതത്തിൽ പരിശ്രമിക്കുക. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർത്താവിനെ അറിയണമെങ്കിൽ അത്യന്തികമായിട്ട് ഒരു വ്യക്തി എല്ലാ ദിവസവും ചെയ്യേണ്ടത്, എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കണം. കർത്താവിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം വിശുദ്ധ ബൈബിളാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വിശുദ്ധരുടെ ജീവിതങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് പ്രസംഗങ്ങൾ കേട്ടാൽ മതി. ആദ്യം വ്യക്തിപരമായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിൾ വായിച്ച് കർത്താവ് ആരാണെന്ന്, എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തികളെന്ന് നമ്മൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിനെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം. എപ്പോഴും ഒരു ദൈവിക വിചാരം ഉണ്ടാകുക, എല്ലാം തന്നത് ദൈവമാണെന്ന്. ദൈവത്തിന് മുന്നിൽ എപ്പോഴും എളിമയോടെ ആയിരിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കുക. പിന്നെ മാത്രമല്ല, നമ്മൾ വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തിൻ്റെ അങ്കണത്തിലൊക്കെ വന്നു ചേരുമ്പോൾ ആഴമായിട്ടുള്ള ദൈവിക ഭക്തി, ബഹുമാനം, മുട്ടുകുത്തേണ്ടടുത്ത് മുട്ടുകുത്തണം, കുമ്പിടേണ്ടടുത്ത് കുമ്പിടണം. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തോടുള്ള ബഹുമാനത്തെ പ്രതി, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധമായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വിശുദ്ധിയോടെ, ബഹുമാനത്തോടു കൂടി, വലിയ എളിമയോടുകൂടി എപ്പോഴും ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മുടെ ഹൃദയം കണ്ടുകൊണ്ട് ദൈവം അറിയണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പാപം ചെയ്യാതെ വിശുദ്ധി ജീവിക്കുക. ഇനി എങ്ങാനും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വീണു പോകും, കുറവുകളുണ്ട്. കുമ്പസാരം നടത്തി അഥവാ വീണു പോയാലും കർത്താവിൽ ആശ്രയിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. 3 കാര്യങ്ങളുള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ
ജ്ഞാനം നമ്മളിലേക്ക് എത്തും. ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള 3 അനുഗ്രഹങ്ങൾ, ഈ 3 കാര്യങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 3 അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തും. നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് മാറട്ടെ. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.